മറവി ഒരു ചെറിയ രോഗമല്ല. ഒരു കുടുംബത്തെയും സമൂഹത്തെയും കൂടിയാണ് ആ രോഗം ബാധിക്കുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ കണ്ടുവന്നിരുന്ന അൾസൈമേഴ്സ് ഇന്ന് പ്രായം കുറഞ്ഞവരിലും കാണപ്പെടുന്നു. ഈ മറവി രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 വർഷം ഇങ്ങനെ സാധനങ്ങൾ അവിടെ ഇവിടെ മറന്നു വെച്ച് തപ്പുക, ഒരേ കാര്യം പിന്നെയും ചോദിക്കുക, പറഞ്ഞ കാര്യങ്ങൾ മറക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ അങ്ങോട്ട് ഈ പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾ വരും. പെരുമാറ്റത്തിലെ വൈകല്യങ്ങളാണ് ഈ മറവി രോഗി പരിചരണം തന്നെ വളരെ ബുദ്ധിമുട്ടാക്കുന്നത്. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, ആവശ്യമില്ലാതെ വിഷാദത്തിലോട്ട് പോവുക, മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസ് വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ട് അത് മനസ്സിലാക്കാത്തുള്ള ഒരുതരം കുറേ പ്രവർത്തനങ്ങൾ, പിന്നെ സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയാതെയുള്ള തരത്തിലുള്ള പെരുമാറ്റം, പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാതിരിക്കുക, പിന്നെ ഒരുപാട് ഈ വിഭ്രാന്തികൾ വരും. അപ്പോൾ അവിടെ ഒരാൾ നിന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ളൊരു വിഭ്രാന്തി വരും. അപ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധിക്കാനായിട്ട് അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കും. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ 2016 475 രോഗബാധിതരാണ് ഉണ്ടായിരുന്നത്. 2017 ഇത് 1047ലേക്കും 2018 1548ലേക്കും ഉയർന്നു. 2021 മറവി രോഗികളുടെ എണ്ണം 2000 കടന്നു. അടുത്ത വർഷമായപ്പോഴേക്കും രോഗികൾ 2304. 2023 2763 രോഗികളും 2024 3112 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം മാർച്ച് വരെ 574 അൾസൈമേഴ്സ് രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്. ഒരു വ്യക്തിക്ക് മറവി രോഗം വരുമ്പം ആ വ്യക്തിയെ പരിചരിക്കുക എന്നുള്ളത് ആ കുടുംബത്തിന് വലിയൊരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരംഭത്തിൽ അത് വളരെ ചെറിയൊരു കാര്യം പോലെ തോന്നുമെങ്കിലും ക്രമേണ ഇത് ശരിക്കും ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ഒരു കുടുംബത്തിന് ആ രോഗിയെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പ്രശ്നങ്ങളുണ്ടാകും. അത് ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ, സമൂഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സമൂഹത്തിലെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രായമായിട്ടുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ന്യൂക്ലിയർ ഫാമിലീസാണ്, അണുകുടുംബങ്ങളാണ്. അപ്പം മക്കളെല്ലാം ഓരോ സ്ഥലത്താണ്. അത് മറവി രോഗമുള്ള അച്ഛൻ, അതിന് കൂട്ടിരിക്കുന്ന ആരോഗ്യമില്ലാത്ത അമ്മ, ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ള അവസ്ഥ. അപ്പോൾ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മറവി രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും നേരത്തെ കണ്ടെത്തിയാൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ രോഗിയെ അത് സഹായിക്കും. നമുക്ക് ചുറ്റുമുള്ളവരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രോഗാവസ്ഥ എന്ത് ഭീകരമാണ്. ഒരു കാലത്ത് പ്രായമുള്ളവരെ മാത്രം ബാധിച്ചിരുന്ന അൾസൈമേഴ്സ് ഇന്ന് ചെറുപ്പക്കാരിലേക്കും എത്തിയെന്നത് വളരെ ഗൗരവത്തോടെ കാണണം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.